ഹലോ ഗൈസ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ ഗുരുവായൂർ അമ്പലനടയിലെ റിവ്യൂ ആണ്. വിപിൻ ദാസ് മാസ്റ്റർ മൈൻഡ്, അല്ലാണ്ടൊന്നും പറയില്ല, വേറെ ലെവൽ പടം നമുക്ക്. അതായത് പ്രേമലുവിന് ശേഷം, പ്രേമലു ആവേശത്തിനൊക്കെ ശേഷം നമ്മൾ ഇത്രയും അടിപൊളി പടം നമ്മൾ എന്താ പറയുക, നമ്മൾ കണ്ടിന്യൂസ് നമ്മൾ ചിരിച്ചോണ്ടിരിക്കുന്ന ഒരു പടം അത് വേറെ ഉണ്ടായിരുന്നില്ല. അത് തന്നെയാണ് ഈ വീക്ക് നിങ്ങൾ എന്താ പറയുക, മസ്റ്റ് വാച്ച് സിനിമയാണ്, മസ്റ്റ് വാച്ച് പടമാണ് നമ്മുടെ ഗുരുവായൂർ അമ്പലനടയിൽ. എന്തായാലും ക്യാരക്ടേഴ്സ് ഇപ്പോൾ ബേസിലായാലും അനശ്വര രാജനായാലും പൃഥ്വിരാജ് ആയാലും നിഖില വിമലായാലും എല്ലാവരും അടിപൊളിയായി ചെയ്തു. പുതിയ എന്താ പറയുക, പുതിയ പുതുമുഖങ്ങളുടെ ആക്ടിങ് ആയാലും എല്ലാം അടിപൊളിയായിരുന്നു സിനിമയിൽ. നമുക്കൊരു എന്താ പറയുക, ഡീമർട്ട് ആയിട്ടൊന്നും പറയാനേ ഇല്ല. നമ്മളൊരു ഈ സിനിമയുടെ ഒരു ത്രെഡ് എന്ന് അവർ ഉദ്ദേശിക്കുന്നത് ഒരു അളിയൻ, ഒരു പൃഥ്വിരാജിന്റെ സിസ്റ്ററാണ് അനശ്വര, വൈഫാണ് നിഖില, ബേസിലാണ് കല്യാണം കഴിക്കാൻ വരുന്നത്. അവിടെ അവര് ഗുരുവായൂരിലാണ് കല്യാണം നടത്തുന്നത്. അപ്പൊ അതിൽ നമ്മളെ എന്താ പറയാ, ജീവിത സാഹചര്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമയിലൂടെ നമ്മൾക്ക് അവർ കൺവേ ചെയ്യുന്നത്. അപ്പൊ പടത്തിന്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ എന്താ പറയാ, ചിരിച്ച് മരിച്ചു, അത്രയും ഉണ്ടായിരുന്നു ഞങ്ങള്. നമുക്കിപ്പോ ആവേശത്തിലാണെങ്കിൽ നമുക്ക് അതിന്റെ ഇടയിൽ ഒരു ഇമോഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൽ അങ്ങനെയൊന്നുമില്ല, ഫുള്ള് ചിരി എന്നൊക്കെ പറഞ്ഞാൽ പൃഥ്വിരാജിന്റെ പൃഥ്വിരാജിന്റെ ഇത്, പിന്നെ നന്ദനത്തിന്റെ സ്പൂഫുകൾ കുറെ ഉണ്ടായിരുന്നു ഇതില്. അതൊക്കെ ഭയങ്കര പൊളിയായിരുന്നു ഇതില്. എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ എല്ലാവർക്കും കോളേജിലൊക്കെ ഉണ്ടാകുന്ന പോലെ തന്നെ ഒരു ബ്രേക്കപ്പ് സ്റ്റോറി. ആ ബ്രേക്കപ്പ് സ്റ്റോറിയിൽ നമ്മൾ വിവാഹം ചെയ്യുന്നതിനിടയിൽ എന്താ പറയാ, വധു ബ്രേക്കപ്പ് ആയ രണ്ടാൾക്കാരും കല്യാണം കഴിക്കുന്നു. അവിടെ നടക്കുന്ന സംഭവമായ സംഭവങ്ങൾ, ഒരു കല്യാണത്തിന് പോകുന്നു. അനശ്വരരാജനും ബേസിൽ ജോസഫുമാണ് കല്യാണം കഴിക്കുന്നത്. അവരുടെ കല്യാണത്തിൽ നടക്കുന്ന സന്ദർഭങ്ങൾ, പിന്നെ നമ്മളെ നാട്ടിലെ അമ്മാവന്മാർ, കല്യാണ മുടക്കികൾ, അങ്ങനെ എല്ലാ അമ്മാവന്മാരുടെയും കഥകളും, അതൊക്കെയാണ് ത്രെഡ്. അപ്പൊ എല്ലാം നമുക്ക് റിലേറ്റബിൾ ആണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഫുള്ള്. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നടക്കണം, സോഷ്യൽ മീഡിയ നമ്മള് പുറത്ത് നടന്ന, ഈ അടുത്ത് കുറച്ച് കാലം മുന്നേ ഒരു ആക്സിഡന്റ് നടന്നു. ഒരു KTM ബൈക്ക് എന്താ പറയാ, നല്ല ഓവർ സ്പീഡ് പോയിട്ട് KSEBിന്റെ ട്രാൻസ്ഫോമറിന്റെ ഉള്ളിലേക്ക് ഇടിച്ച് കയറിയത്. അതുവരെ അതിൽ കാണിച്ചത്, അത് എത്ര പേർക്ക് അത് മനസ്സിലായല്ലോ. എനിക്ക് മനസ്സിലായി, ഞാൻ ആ ന്യൂസ് എന്തോ ബൈക്ക് അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ബൈക്ക് അങ്ങനെയായിരുന്നു നിന്നത്, ട്രാൻസ്ഫോമറിന്റെ മുകളിൽ ചാടി കയറി നിൽക്കുന്നു. അപ്പൊ അങ്ങനെ സാധനങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അത് എത്ര പേർക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല, എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എല്ലാ റിലേറ്റബിൾ സാധനങ്ങളായിരുന്നു. സിമ്പിൾ മൂവി ബട്ട് ബെസ്റ്റ്. സിമ്പിൾ ആയിട്ട് അവർ ചെയ്തു, പക്ഷെ അറ്റ് ദ ബെസ്റ്റ്. ജയന് ശേഷം വിപിൻ ദാസ് ഡയറക്ടർ ചെയ്ത ഒരു നല്ലൊരു പടം. ശരിക്കും സക്സസ് ഓഫ് എ ഫിലിം എന്ന് പറഞ്ഞാൽ അതിന്റെ ഓഡിയൻസിന് നമ്മൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് എൻഗേജ് ചെയ്യിക്കാൻ പറ്റുന്നുണ്ട്. അത് ഇവര് വിൻ ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, മസ്റ്റ് വാച്ച് സിനിമയാണിത്. പിന്നെ നമ്മള് ഇപ്പോ എല്ലാവർക്കും ഫാമിലി ഓഡിയൻസിന് വാച്ചബിൾ ആണോ ചോദിച്ചാൽ വാച്ചബിൾ ആണ്. ഒന്നും വലിയ മോശമായിട്ടൊന്നും അങ്ങനെ ഒന്നുമില്ല. അതായത് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇൻസ്റ്റാഗ്രാമബിൾ സാധനങ്ങൾ കുറെ ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മള് ട്രെയിലറിൽ കണ്ടതും, അത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന പല റീൽസും ആയിട്ട് പല ബന്ധങ്ങളും. അപ്പൊ നമ്മളിപ്പോ പാരന്റ്സിന്റെ കൂടെ ഒക്കെ പോകുമ്പോൾ പാരന്റ്സിന് അവർക്കത് കണക്ട് ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് ഞാൻ കാണുന്നത്. അച്ഛനധികം ഇൻസ്റ്റഗ്രാം യൂസറല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പടത്തിൽ കണക്ട് ചെയ്യാൻ പലതുമില്ല. അപ്പൊ അതുകൊണ്ട് അച്ഛനൊരു പടം, നല്ല പടം, ചിരിച്ചിരുന്നു. അപ്പൊ ഒരു ടീനേജറിന്റെ ഇതിലേക്ക് നോക്കുമ്പോൾ, ടീനേജേഴ്സിന്റെ വ്യൂവിലേക്ക്, ഒരു യൂത്തിന്റെ വ്യൂവിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കുറെ റിലേറ്റബിൾ സാധനങ്ങൾ, നമുക്ക് എന്താ പറയാ, ഒരു റിലാക്സേഷൻ ആണ് ശരിക്കും. നമ്മളിപ്പോ ഞാനായാലും ഇപ്പൊ സിനിമയ്ക്ക് പോകുന്നത് നമുക്കൊരു റിലാക്സേഷൻ തന്നെയാണ്. ഇപ്പൊ ഓരോ വ്യാഴാഴ്ച ആയാലും ഈ 2 വീക്സ് ഇടയിൽ ഒരു വ്യാഴാഴ്ച നമുക്ക് സിനിമ എന്ന് പറഞ്ഞാൽ അതൊരു റിലാക്സേഷനാണ്. അപ്പൊ റിലാക്സ് ചെയ്യാൻ പോകുമ്പോൾ ഇങ്ങനെ, അതായത് നമുക്ക് സംതൃപ്തിയുള്ള ഒരു സിനിമ ആണ്, അത് നമുക്ക് ഈ സിനിമയിൽ കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊരു മസ്റ്റ് വാച്ച് പടമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് കാണുക. എന്നിട്ട് നിങ്ങളുടെ കമന്റ്സ് ഇതിൽ ഇപ്പോൾ ഞാൻ പറയുന്നതിൽ ഓപ്പോസിറ്റ് ആണെങ്കിൽ നിങ്ങൾ അത് എന്തായാലും പറയുക. ഡു കമന്റ് ഗൈസ്. ആൻഡ് ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഡു സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക് ഗൈസ്. ഓക്കെ, ബൈ ബൈ.